വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് മാലദ്വീപ്സ് റിസോർട്ട് കണ്ടാലോ. ഞങ്ങൾ ഐലൻഡിൽ നിന്ന് ഞങ്ങൾ മാലേ സിറ്റിയിലെത്തി. ഞങ്ങൾ ഓൾറെഡി റിസോർട്ടുകൾ ബുക്ക് ചെയ്യുന്നത് ഓഫ് സീസണിലാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ അദാരൻ വണാലിയുടെ റിസോർട്ടിൻ്റെ കൗണ്ടറിൽ ചെന്ന് നമ്മൾ പ്രീ ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർക്ക് സ്റ്റാഫിനെ കാണിച്ച് അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. മാലദ്വീപ്സിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്. അതാണല്ലോ മാലദ്വീപ്സിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ മാലദ്വീപ്സ് കാണാൻ വരുന്നത് പൊതുവെ റിസോർട്ടുകളാണ് വെക്കുന്നത്. ഞങ്ങളുടെ എൻട്രി ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. മാലദ്വീപ്സിലുണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. എപ്പോൾ റിസോർട്ടിൽ പോയാലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കും. അപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഫോട്ടോ എത്തി. ടൂറിസ്റ്റുകൾ ഓരോരുത്തരായിട്ട് കയറുകയാണ്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ബോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റ് തരുന്നത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ സ്റ്റാഫുണ്ട്. അങ്ങനെ ഏകദേശം 35-40 മിനിറ്റ്സ് വന്നു. ഞങ്ങൾ മാലേ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിലേക്ക്. നമ്മൾ റിസോർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് കാണുന്ന മനോഹരമായ വ്യൂ ആണിത്. റിസോർട്ടിലെത്തിയതിന് ശേഷം ഞാൻ ചുറ്റുമുള്ള കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. അങ്ങനെ കടലിൻ്റെ നീരിനെ ആസ്വദിച്ച് ഞങ്ങളുടെ ഒപ്പമുള്ള പാസഞ്ചേഴ്സിനൊപ്പം ഞങ്ങൾ റിസോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന പാലത്തിൽ കൂടെ പോകുന്ന സ്ഥലത്ത് കാണുന്ന ആ ബിൽഡിങ്ങിലാണ് സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒക്കെ ഉള്ളത്. നമുക്കവിടെ രജിസ്ട്രേഷൻ ചെയ്ത് ഇവരുടെ ടീം നമ്മളെ സ്കൂബ ഡൈവിങ്ങിനൊക്കെ കൊണ്ടുപോകും. ഈ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ റിസോർട്ടിലേക്ക് നടക്കുകയാണ്. ഏകദേശം 10-10:30 എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പം. അപ്പോൾ ഇവിടുത്തെ മോർണിംഗ് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ സമയമാണ്. അപ്പോൾ വെള്ളത്തിലിരിക്കുന്ന ഒരു റഷ്യൻ ടീം ഞങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ വെള്ളത്തിൽ എക്സസൈസ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റർടൈനറിൻ്റെ കൂടെ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മനോഹരമായ ഒരു ഉദ്യാനത്തിൽ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ട് നടത്തി. ഇതൊക്കെ കണ്ട് കടലിൻ്റെ നീലിമ ആസ്വദിച്ച് ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തി. ഇതാണ് നമ്മൾ വിസിറ്റ് ചെയ്ത അദാരൻ വണാലി എന്ന റിസോർട്ട്. ഇവരുടെ തന്നെ വേറൊരു റിസോർട്ടിൽ ഞങ്ങൾ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ എൻട്രൻസിലെത്തി. സ്റ്റാഫ് നമ്മളെ റിസീവ് ചെയ്ത് വെൽക്കം ഡ്രിങ്കൊക്കെ തന്ന് നല്ലൊരു ജ്യൂസായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രജിസ്ട്രേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്തു. ഓൾറെഡി ഞങ്ങൾ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് മാത്രം കാണിച്ചാൽ മതി. പാസ്പോർട്ട് അല്ലാത്തവരൊക്കെ പാസ്പോർട്ട് വെച്ച് എൻട്രി ചെയ്തതിന് ശേഷം മാനേജർ മാപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഐലൻഡിനെ കുറിച്ച് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തരും. ആ എക്സ്പ്ലനേഷനൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് എവിടെയൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് എടുത്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മൾ സ്പെഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കണം. നമുക്ക് റൂം അലൗട്ട് ചെയ്ത് കിട്ടാൻ 12 മണിയാവും. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് നമ്മളെ അവരെ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടേക്കാണ്. ബാറിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ചെറിയ സ്നാക്സും ഉണ്ട് അവിടെ. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ കോക്ടെയിൽ, ടിക്കി കോക്ടെയിൽ എന്നുള്ളതാണ്. ഇവിടെ പല ടൈപ്പുള്ള ബ്രാൻഡിലുള്ള പല സാധനങ്ങളുണ്ട്. നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. കുറേ ആൾക്കാർ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്, ടീമായിട്ടും ഒറ്റയ്ക്കും കപ്പിൾസായിട്ടും. അതിൻ്റെ സൈഡിൽ കടലിനോട് ചേർത്ത് ഇങ്ങനെ മനോഹരമായിട്ടൊരു ഡൈനിങ് ഏരിയ വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമാണ് കാണാൻ. ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്. പക്ഷേ ഇപ്പം നല്ല ഒരു 10-11 മണി സമയമുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. മാലദ്വീപ്സിൽ വരുന്നവർ നന്നായിട്ട് സൺക്രീം അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ ഗ്ലാമർ പോകും. അങ്ങനെ കോക്ടെയിൽ ബാറിൽ നിന്ന് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ നല്ല തണുത്ത ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഒരു സൈഡിൽ കാണുന്നത് സുവനീർ ഷോപ്പുകളൊക്കെയാണ്. ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇതിലേക്കൂടെ ഒക്കെ നടന്നു. നമുക്ക് ലഞ്ചിന് ശേഷമാണ് റൂമിൻ്റെ കീ റിസപ്ഷനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൂടെ വെറുതെ നടന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഈ ഐലൻഡിൽ ഇപ്പം നമ്മൾ ഇവിടുത്തെ സ്റ്റാഫും ഒരു ടൂറിസ്റ്റായിട്ട് വന്നിരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഓരോ പ്രൈവറ്റ് ഐലൻഡുകളും ഇങ്ങനെ റിസോർട്ടുകളായിട്ടാണ് മാലദ്വീപ്സിൽ കൂടുതലുമുള്ളത്. ഈ തണലത്തൊക്കെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ടൊക്കെ അവർ നല്ല സ്പേസ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഇതുമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇത് മുഴുവൻ കണ്ടുപോവുകയാണ്. ഇതൊക്കെ ബീച്ച് വില്ലകളാണ്. അതായത് ഈ റൂമിന് നേരെ ഓപ്പോസിറ്റ് കടലാണ്. കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്കിങ്ങനെ ഈ ബെഡിൽ കിടക്കാം. സൺബാത്ത് ഏറ്റ് കിടക്കുന്ന ഒത്തിരി വിദേശികളുണ്ട് കേട്ടോ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ റണാലി റിസോർട്ട്
റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡും ഡിസേർട്ടും ഒക്കെ എടുത്ത് ഞങ്ങളുടെ ടേബിളിൽ പോയിരുന്ന് കഴിച്ചു കേട്ടോ. ഞാൻ ഇന്ത്യൻ ഫുഡാണ് ചൂസ് ചെയ്തതെങ്കിൽ ഹസ്ബൻഡ് ഇന്ത്യൻ ഫുഡല്ല ചൂസ് ചെയ്തത്. അങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ലഞ്ചിന് ശേഷം ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് റൂമിലേക്ക് പോകാൻ റിസപ്ഷനിലേക്ക് പോയി. ഇങ്ങനെ റിസപ്ഷനിൽ എത്തിയിട്ട് നമ്മുടെ ബാഗ് ഒക്കെ ആയിട്ട് നമ്മൾ റൂം നമുക്ക് അലോട്ട് ചെയ്ത് ചാവി കെട്ടി നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. കൂടെ അവരുടെ സ്റ്റാഫും ഉണ്ട്. വാട്ടർ വില്ല ബുക്ക് ചെയ്തവർക്കൊക്കെ ബഗ്ഗി സർവീസ് ഉണ്ട്. അല്ലാത്തവരൊക്കെ നടന്നാണ് പോകുന്നത്. വളരെ കുറച്ച് സ്ഥലമേ ഉള്ളല്ലോ, ഇത് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഒരിക്കൽ കൂടി സ്റ്റാഫ് നമുക്ക് ആ ഐലൻഡിൻ്റെ മാപ്പിൻ്റെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരികയാണ്. ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ആക്ടിവിറ്റി ഉണ്ട്, എവിടെയൊക്കെയാണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത് എന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തന്ന് ഞങ്ങളോട് ഏത് സൈഡിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങളോടൊപ്പം കുറേ ആൾക്കാരും ഉണ്ട് കേട്ടോ. ആ ബോട്ടിൽ വന്ന് ഒന്ന് ചെക്ക് ഇൻ ചെയ്യുന്നവരെല്ലാവരും ഉണ്ട്. അങ്ങനെ അവിടെ വെച്ച് എല്ലാവരും പല സൈഡിലേക്ക് പിരിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്കും പോയി കേട്ടോ. നമ്മളിപ്പോൾ കണ്ട സൈഡിൻ്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങളുടെ റൂം. വളരെ മനോഹരമായ സ്ഥലം കേട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ ബീച്ചാണ്. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും കടലിൻ്റെ നീലിമ കാണാം. ഈ ഓരോ ഐലൻഡും ഇങ്ങനെ പ്രൈവറ്റാക്കി റിസോർട്ടാണ്. നമ്മളും ഇവിടുത്തെ അതായത് നമ്മളെപ്പോലെ വന്ന ഗസ്റ്റുകളും പിന്നെ ഇവിടുത്തെ സ്റ്റാഫും മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ഒരാൾക്ക് പോലും അങ്ങോട്ട് എത്തപ്പെടാൻ പറ്റില്ല. ആർക്കെങ്കിലും വരണമെങ്കിൽ ബോട്ടിൽ വേണമല്ലോ വരാൻ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന എൻഡിലുള്ള റൂമായിരുന്നു. പക്ഷെ നല്ല മനോഹരമായ വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ. വാട്ടർ വില്ലയുടെ ഏറ്റവും അടുത്തുള്ള റൂം. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത് കേട്ടോ. നമുക്ക് ഈ റൂമിൻ്റെ പുറത്ത് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് ജാക്കറ്റും ടവൽസും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ റൂം തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. അധികം ലഗേജുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാഗ് മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഞങ്ങൾ എടുത്തു. മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്, കളർ കോമ്പിനേഷനും നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ കയറിയിട്ട് റൂം ആകെ ഒന്ന് നോക്കുകയാണ്, നല്ല മനോഹരമായിട്ടിരിക്കുന്നത് കൊണ്ട്. ഇതാണ് ഇവിടുത്തെ ഫ്രിഡ്ജ് ഇരിക്കുന്നത്, ഈ ടേബിളിൻ്റെ അടിയിൽ. നമ്മൾ ഓൾ ഇൻക്ലൂസീവാണ് ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് വെള്ളം ഒഴികെ ബാക്കി എന്തെടുത്താലും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ഈ ടി വിയിൽ ഒരു ഓൾറെഡി കാണിക്കുന്നുണ്ട് ഓരോ ടൈപ്പ് ഓഫ് ഡിന്നർ. നമുക്ക് വേണമെങ്കിൽ അത് ബുക്ക് ചെയ്യാം, അതിനും എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഞാനങ്ങനെ കബോർഡ് തുറന്നപ്പോൾ ഫ്രിഡ്ജ് കാണുകയാണ്. ഇതാ നോക്കിക്കേ, കുറച്ച് സ്നാക്സും ബിയറും കുറച്ച് ജ്യൂസും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ, സ്പ്രൈറ്റ് പോലത്തെ ഉള്ളതൊക്കെ. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, നമുക്ക് ഈ വെള്ളം മാത്രമാണ് അലൗഡ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഈവനിങ് ആക്ടിവിറ്റീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈവനിങ് ആക്ടിവിറ്റിക്കൊക്കെ ശേഷം റെസ്റ്റൊക്കെ എടുത്ത് കുളിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കടലിൻ്റെ സൗന്ദര്യവും വാട്ടർവേലിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഈ റാമ്പിൽ കൂടെ കുറച്ച് നേരം നടന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. നൈറ്റിൽ നൈറ്റ് പാർട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് പോയി കാണുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നൈറ്റിൽ ഈ ഐലൻഡിൽ നല്ല മനോഹരമായിട്ട് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരമൊക്കെ നടന്നതിന് ശേഷം റൂമിലേക്ക് പോയി. രാത്രിയിലും പകലും ഈ റിസോർട്ടിൻ്റെ സൗന്ദര്യം ഡിഫറെൻ്റ് ആയിട്ട് ഈ കാണുന്ന രീതിയിലൊക്കെ ഡിന്നറുകൾ നമുക്ക് കിട്ടും. അത് നമ്മൾ സ്പെഷ്യൽ പേ ചെയ്യണം കേട്ടോ. ഈ ബീച്ചിൽ ഡിന്നർ സെറ്റ് ചെയ്യുന്നതിന് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ. കുറച്ച് ആൾക്കാർക്ക് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വിദേശികൾ. നമുക്കത് കാണാം. നമ്മളങ്ങനെ നോർമൽ പാക്കേജിലുള്ള ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തു. നെക്സ്റ്റ് ഡേയിലെ മോർണിംഗ് ആണ്. നമ്മുടെ റിസോർട്ടിൽ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഇങ്ങനെ വ്യൂ ആണ് ഇങ്ങനെ കാണുന്നത്. നമ്മൾ കുറച്ച് താമസിച്ച് എഴുന്നേറ്റ്, നമുക്ക് മുന്നേ എഴുന്നേറ്റ് നമ്മുടെ അപ്പുറത്തൊക്കെയുള്ള റൂമിലുള്ളവരൊക്കെ ഓൾറെഡി വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ മെല്ലെ എഴുന്നേറ്റ് ഫ്രഷായി ഫുഡൊക്കെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പോയി കുറച്ച് നേരം അതിലൊക്കെ നടന്ന് ടോട്ടലി റിലാക്സ്ഡ് ആയിട്ട് നടന്നു. അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഈ വാട്ടർവില്ലിലേക്ക് പോവുകയാണ്. ഈ നോക്ക് കുറച്ച് നേരം വാട്ടർവില്ലിലെ കാഴ്ചകൾ കാണാം.
ഇതാണ് ഈ മനോഹരമായ വാട്ടർവേയുടെ ഒരു ഭാഗം. റൂമിൽ നല്ല ബെഡൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തേക്കാണ്. എനിക്കിവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നടുക്കൊരു ഗ്ലാസ് സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൽ കൂടെ നമുക്ക് കടൽ കാണാൻ പറ്റും, മീനുകളൊക്കെ പോകുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പാർട്ടി ഇതായിരുന്നു കേട്ടോ. ഞാൻ വേറെ റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ റൂമിലിരുന്നുകൊണ്ട് തന്നെ കടലിൻ്റെ അടുത്തിട്ട് കാണുന്നത്. അതിൻ്റെ പുറത്ത് 4 സൈഡും ഗ്ലാസ്സാണ്. ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ കടലിൻ്റെ നീളം ആസ്വദിക്കാൻ പറ്റും. നല്ല രീതിയിൽ 2 പേർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നല്ല പൊരി വെയിലാണ്, എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ട്രിപ്പിൽ കിട്ടിയ മനോഹരമായ സൗഹൃദമാണ് ഈ ജോർദാനിയൻ കപ്പിൾസ്. അവരവരുടെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ 2 കൂട്ടരും കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഈ ദിവസം ഭയങ്കര മനോഹരമാക്കി തീർത്തു കേട്ടോ. ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ സൗഹൃദങ്ങളും അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ യാത്ര ബൈ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. നമ്മളിങ്ങനെ ഓരോ ട്രിപ്പിൽ വരുന്ന ആൾക്കാരും, അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും ഒക്കെ അവരുടെ ഫ്ലൈറ്റിൻ്റെ സമയം അനുസരിച്ചാണ് എല്ലാ റിസോർട്ടിൽ നിന്നും റിട്ടേൺ ബോട്ട് പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 5 മണിയോടുകൂടിയാണ് തിരിച്ചു പോകുന്നത്. റിസപ്ഷനിൽ വന്ന് നമ്മൾ ഫീഡ്ബാക്കൊക്കെ സെൻഡ് ചെയ്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മളെ യാത്ര അയക്കാനും ഇവരൊക്കെ നമ്മുടെ കൂടെ വരും കേട്ടോ. ഞങ്ങളുടെ എൻ്റർടൈനർ ഭയങ്കര ജോളി ടൈപ്പാണ്. പൊതുവെ എല്ലാ റിസോർട്ടിലെ എൻ്റർടൈനേഴ്സ് അങ്ങനെയാണ്. പുള്ളിക്കാരി ഞങ്ങളെ യാത്ര അയക്കാനെത്തി. അതേപോലെ തന്നെ കുറച്ച് സ്റ്റാഫും വന്ന് നമ്മളിങ്ങനെ യാത്ര അയക്കും. എല്ലാവരും വളരെ മനോഹരവും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളെ യാത്ര അയക്കുന്നത്. ഇനി വരാം ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബോട്ടിലേക്ക് കയറി. ഞങ്ങൾക്ക് മാലേ സിറ്റിയിൽ നിന്നാണ് അടുത്ത ബോട്ട് ഞങ്ങളുടെ ഐലൻഡിലേക്ക്. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോകുമ്പോഴും അവർ നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് തന്നെയാണ് എല്ലാവരെയും കൊണ്ടുവന്നത്. അപ്പം ഞങ്ങളോടൊപ്പം കുറച്ച് ടൂറിസ്റ്റുകളും കൂടി ഉണ്ട്. അവരും എയർപോർട്ടിലേക്കാണ്. ഫസ്റ്റ് എയർപോർട്ടിലാണ് നമ്മളെ ഇറക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് മാലേ സിറ്റിയിലേക്ക് തന്നെയുള്ള ഇത് വേണ്ടിയത് കൊണ്ട് ഞങ്ങളെ രണ്ടാമത് അവിടെയാണ് ഇറക്കിയത്. ഈ പോകുന്ന വഴിക്ക് ഇവരുടെ തന്നെ വേറൊരു റിസോർട്ടിൽ ഒരു സ്റ്റാഫിനെ കൂടെ ഇറക്കിയിട്ടാണ് പോകുന്നത്. അത് നമുക്ക് ഇതിനകത്ത് ഞാൻ വീഡിയോയിൽ കുറച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്കവിടെ ഇറങ്ങാൻ പറ്റില്ല. സ്റ്റാഫിനെ അവിടെ ഇറക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാലേ സിറ്റിയിലെത്തി. വളരെ മനോഹരമായ യാത്രയായിരുന്നു കേട്ടോ.